ഹലോ ഗൈസ്, ജാസ്മിൻ ഗബ്രിയെ തെച്ചു, അല്ല ഗബ്രി ജാസ്മിനെ തെച്ചു. ഈ വർത്തമാനം തന്നെ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ. പക്ഷേ ആക്ച്വലി ഞാൻ നേരത്തെ കേട്ടതിൽ ഒരു കാര്യമുണ്ട്. കണ്ണുകളിൽ നമുക്ക് പ്രണയമുണ്ട്. ശരിയാ, കണ്ണുകളിൽ പ്രണയമുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്നതൊക്കെ വേറൊരു ടേമിലുള്ള ഒരു എക്സ്പ്ലനേഷനാണ് അവിടെ നടക്കുന്നത്. പുള്ളിക്കാരത്തിയുടെ ഡിമാൻഡ് വളരെ ജെനുവിനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഗബ്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിനക്ക് നിൻ്റെ പ്രണയം ആണെങ്കിൽ പ്രണയം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ കാമമാണെങ്കിൽ കാമമെന്ന് പറഞ്ഞില്ല, കാമമാണെങ്കിൽ കാമം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇനിയല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്ത് കാക്കാനായിട്ടാണെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യടാ ഡേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ ദിവസമായിട്ട് പിറകെ നടന്ന് ചോദിക്കുന്നു, ഹഗ് ചെയ്യുന്നത് അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. ഈ ഹഗ് മീൻസ് രണ്ട് ടേമിലെ ഹഗ്ഗുണ്ട്. ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുള്ള ഹഗ്, ഒന്ന് വളരെ സോഫ്റ്റനായിട്ടുള്ള ഹഗ്, ചുമ്മാ പേരിന് വേണ്ടിയിട്ടുള്ളൊരു ഹഗ്. അങ്ങനെ പല രീതിയിലുള്ള ഹഗ് ഉണ്ട്. ഹഗ്ഗിന് വെറൈറ്റി പീസാണ്. ഇത്രയും നാൾ ഇതുവരെ ചെയ്തിരുന്നത് നന്നായിട്ട് ടൈറ്റനായിട്ടുള്ള ഹഗ്ഗായിരുന്നു. അത് ജയിലിൽ പോയ സമയത്ത് മറ്റവനെ കാണിക്കാനെന്ന വ്യാജേനെങ്കിലും ഇച്ചിരി നന്നായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചത് അത് ഒക്കുന്നില്ല. അതാണ് പ്രശ്നം. അപ്പം സംതിങ് എന്തോ എന്നെ തേക്കാനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജാസ്മിൻ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ കുറച്ച് സിവിയറായിട്ട് ഇറങ്ങി. ഇനിയിപ്പം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അഫ്സൽ കാക്കു ഇല്ല. കാക്കു കളഞ്ഞിട്ട് പോയ സ്ഥിതിക്ക് ഇനി ഈ കാക്കുയെ കാക്കുവാക്കി എടുക്കാമെന്നുള്ള ടൈമുണ്ട്. അത് പബ്ലിക്കിൽ അവനെ കൊണ്ട് പറഞ്ഞ് പൊയ്പ്പിക്കുകയാണെങ്കിൽ പിന്നെ പുറത്ത് വന്ന ശേഷം അവൻ കാല് മാറിയാലും അത് അവൻ്റെ അല്ലേ കൊണ്ട് വയ്ക്കാമല്ലോ. നാളിതുവരെ ഊന്നാക്ക തേച്ചു, സിയാദിക്കൊക്കെ തേച്ചു, ഈ അഫ്സലിക്കൊക്കെ തേച്ചു, എല്ലാവരും തേച്ചു എന്നാണ്. അങ്ങനെയാണ് പുള്ളിക്കാരത്തി പുറത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം അകത്ത് കയറിയ ശേഷം ഈ പറഞ്ഞ ഉക്കാക്കന്മാരെല്ലാം വായി തുറന്ന വിഷയം പുള്ളിക്കാരത്തിക്ക് അറിയത്തില്ല. അപ്പം ഇനിയുള്ളത് ഗബ്രിക്കാക്കയാണ്. ഗബ്രിക്കാക്കയെ എങ്ങനെയെങ്കിലും 8 നിലയിൽ സുനാഭിക്കേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ്. ജിൻഡോ കാക്ക പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗബ്രിക്കാക്ക അത്ര ശരിയുള്ള നടപടിയൊന്നുമല്ല, മാത്രമല്ല നിന്നെ മോശപ്പെടുത്തിക്കാനാണ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, അതുകൊണ്ട് നീ കുറച്ചുകൂടെ സൂക്ഷിക്കണം, അതത്ര ശരിയായ നടപടിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു. ജിൻഡോ കാക്ക സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്തതാണ്. വാസ്തവത്തിൽ ജിൻഡോ കാക്ക ഉപദേശിക്കേണ്ടിയിരുന്നത് ഗബ്രി അണ്ണനെ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അത് അനുസരണയുള്ള കുട്ടി അനുസരിച്ചുകൊണ്ട് വീണ്ടും ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്, എന്താണ് നമ്മൾ തമ്മിലുള്ളത്, ഒരു ക്ലാരിറ്റി തരൂ, ക്ലാരിറ്റി കുറവുണ്ടെന്ന്. അപ്പോൾ ക്ലാരിറ്റി മിസ്റ്റർ ഗബ്രി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് എനിക്ക് ഇത് പ്രണയമല്ല, ഞാനിത് സ്നേഹമാണ്, എനിക്കിഷ്ടമാണ്. ഒരാളോട് ഒരാൾക്ക് ഇഷ്ടം തോന്നുന്നു. നമുക്കിപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ വരെ ഇഷ്ടമാണ് എന്ന് വെച്ച് കല്യാണം കഴിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഇഷ്ടം ഡിഫൈൻ ചെയ്തിട്ടൊരു ഇഷ്ടമാണ്. ഇവൾ അന്തം വിടുകയാണ്. ചേട്ടാ ഇഷ്ടം എന്നൊക്കെ പറയുമ്പം ജഡ്ജാതി ഇഷ്ടം, ഈ ഞെക്കൽ പിടിക്കൽ, അതൊക്കെ ഇഷ്ടത്തിൽപ്പെടും. പുള്ളിക്കാരൻ നന്നായിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചു. കിട്ടിയ അവസരങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് മുതലാക്കി. ഈ സാധനങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് നമ്മളെ സൈക്കോ വിക്കോസം പുറത്തിട്ട് വിട്ടിട്ടുമുണ്ട്. പെണ്ണ് പെട്ടു. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഇവൻ എന്താ പറയുന്നതെന്ന്. വളരെ വേദനയോടുകൂടി ഗബ്രിയേല സത്യം പുറത്താക്കി. എൻ്റെ ചേച്ചി പറഞ്ഞതാണ് ശരി, കാര്യമൊക്കെ ശരി, ഞാൻ തനിച്ച് എന്നെ കളിക്കണം. അതായത് ചേച്ചി പറഞ്ഞു കൊടുത്തു, പുള്ളിക്കാരൻ കേട്ടു. അഫ്സലിക്കടുത്ത് അവർക്കൊരു ദേഷ്യമുണ്ട്. കാരണം അഫ്സലിക്കയുടെ വീട്ടിൽ ഇത് സമ്മതമല്ല. അപ്പോൾ അവരെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക മാത്രമല്ല, അസ്ലാം മാളിയെ പോലുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ എതിർത്ത് നിൽക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യിച്ച് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകുന്നതിനോട് വലിയ താല്പര്യമൊക്കെ കാണത്തില്ല. എപ്പോഴും നമ്മൾ കൊള്ളൂല, നമ്മൾ ശരിയാവണം, നമ്മൾ അതാവണം ഇതാവണം എന്നൊക്കെ പറയുമ്പോൾ പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് ഭയങ്കര ദേഷ്യം വരും. പ്രത്യേകിച്ച് അവൾ സ്വന്തമായിട്ട് കാശൊക്കെ ഉണ്ടാക്കി വീട്ടിൽ അപ്പൻ്റെ കടമൊക്കെ തീർത്ത് അത്രയും ധാർഷ്ട്യത്തോടു കൂടി തൻ്റെ അടുത്തോട് അഹങ്കാരത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സോ ആസ് യൂഷ്വൽ ആ ബുദ്ധിമുട്ടാണ് നിങ്ങളവിടെ കണ്ടത്. ഏതായാലും അവസാനം അഫ്സലിക്കായെ കളഞ്ഞിട്ട് ജബ്രിക്കയുടെ നെഞ്ചിലേക്ക് തൂങ്ങാന്ന് വെച്ചപ്പോൾ ജബ്രിക്ക 8 നിലയിൽ അങ്ങ് പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു. നമ്മൾക്ക് അങ്ങനെയൊന്നും നടക്കാനൊക്കത്തില്ല. കാരണം ചേച്ചി സമ്മതിക്കത്തില്ല, കുടുംബം സമ്മതിക്കത്തില്ല. ഇനിയിപ്പം നീ വീട്ടിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്താലും എനിക്ക് ഈ ഒരു ബന്ധവുമായിട്ട് മുൻപോട്ട് പോകാൻ നല്ല താല്പര്യമില്ല. അപ്പോഴും ജാസുവിന് മനസ്സിലായി, നമ്മളേവൻ ഉപയോഗിക്കുകയാണ്, മുതലാക്കുകയാണ്. ഇത് ഗെയിമല്ല. കിട്ടുന്നിടത്തൊക്കെ ഇട്ട് പിടിയും വലിയ ഉമ്മയും കടിയും ഒക്കെ ഉണ്ടായിരുന്നത് പ്രണയമായിരുന്നില്ല, കാമമായിരുന്നു എന്ന് പുള്ളിക്കാരത്തിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ പുതിയ ഡിമാൻഡ് മുന്നോട്ട് വെച്ചു പുള്ളിക്കാരത്തി. എന്താ ഡിമാൻഡ്? സിമ്പിളാണ്. ഇത് പൊതുസമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം, അതിനകത്ത് നമ്മൾ പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കും. അതായത് പ്രവൃത്തിയിൽ ഈ സ്നേഹം വരണ്ട. ഇതാണ് നിന്റെ നീ ഉദ്ദേശിക്കുന്ന പ്രണയമെങ്കിൽ, അല്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന സ്നേഹമെങ്കിൽ
അത് പ്രവൃത്തിയിൽ വേണ്ട. അതായത് ആളുകളിലേക്ക് കിട്ടുന്നത് ഒരു കാമം എന്ന ടേമിൽ കിട്ടുന്നുണ്ടല്ലോ. അതായത് കൂടെ കിടക്കുക, കെട്ടിപ്പിടിക്കുക. കെട്ടിപ്പിടിക്കാം, പക്ഷെ ഒരു മൈൽഡ് കെട്ടിപ്പിടുത്തം, നോ കാമ കെട്ടിപ്പിടുത്തം, അത് വേണ്ട എന്ന് പുള്ളിക്കാരത്തി പറയുന്നിടത്ത് ഗബ്രിയേടന് വീണ്ടും ചൊറിയാണ്. ഗബ്രിയേടൻ ടെൻഷനായി ഗായ്സ്. ടെൻഷൻ്റെ കാരണം ഹാർട്ട് തപ്പെന്ന് അടിച്ചിട്ട് അവസാനം മെഡിക്കൽ റൂമിൽ പോയി മെഡിസിൻ വെച്ചിട്ടാണ് തിരിച്ചു വന്നത്. യജ്ജാതി. പിന്നെ റസ്മിന് മനസ്സിൽ ലഡ്ഡു പൊട്ടി. ശ്രീതുവിനെ ഒന്ന് കോലിട്ട് നോക്കി കിട്ടിയില്ല. ഇതാവുമ്പം ഇയാളോടുള്ള വേദന കാരണം ഏതെങ്കിലും ഒരു തോള് ചെയ്യണമെന്നുള്ള രീതിയിൽ ഒരു ടേമിൽ ഒരു കരച്ചിലൊക്കെ നടത്തിക്കൊണ്ട് നിൽക്കും. അപ്പോഴിച്ചിരി കൂടെ ഇട്ടത് അലുവ കഷ്ണമാണല്ലോ, ആ വകയിൽ ഒന്ന് പിടിക്കാം എന്ന ടൈമിൽ റസ്മിൻ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഇത് സീരിയസ് ആയിട്ട് കാര്യം പറയാം. വലിയ വാച്ച ഞാൻ മിണ്ടാതിരി കാര്യം പറയാം, നമുക്ക് പിടിച്ച് കളിക്കാം, ബാ നമുക്ക് മുറിയിലോട്ട് പോകാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോവുകയാണ് റസ്മിനൊക്കെ ചെയ്യും മോളും കൂടെ. പക്ഷെ അവിടെ ചെന്നപ്പോൾ പിടിവലിയൊന്നും നടന്നില്ല. ഒരു കെട്ടിപ്പിടുത്തം നടന്നു, പക്ഷെ അതത്ര ഒത്തില്ല. ഏതായാലും റസ്മിനാണ് ഇതിനകത്ത് ലോട്ടറി അടിക്കാൻ പോകുന്നതും. അവിടുന്ന് ചാടി വണ്ടി റസ്മിൻ്റെ തോളിലേക്ക് ചാരിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തിന് നടക്കും നമുക്ക് നോക്കി കാണാം. ഏതായാലും വല്ലാത്ത തരം തേപ്പ്. ഇത്രയും കാലം ഇത്രയും തേച്ചു കൊണ്ട് നടന്ന ജാസ്മിന് തിരിച്ച് അണ്ണാക്കിൽ പിരിവെട്ടുന്നതാണ് ഒരു തേപ്പ് ഗബ്രി വക. നീ ഇത് നാടകമാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഇത് നാടകമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം കുറച്ച് ദിവസങ്ങളായി ഗബ്രിയിലൊരു മാറ്റം ഞാനും കാണുന്നുണ്ടായിരുന്നു. ചേച്ചി വന്ന് കുറച്ച് കാര്യം പറഞ്ഞപ്പം ചെറുക്കന് കുറച്ച് കാര്യം മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഷുവറാക്കിക്കോളൂ, ചെറുക്കന് ബോധം വന്നിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷേ ചെറുക്കൻ ചെയ്ത് ക്രൂരമായിപ്പോയി. ആ പെൺകുട്ടിക്ക് പുറത്തൊരു ജീവിതമുണ്ടെന്നും അവൾക്കൊരാൾ കാത്തിരിക്കുന്നുണ്ടെന്നും ഒക്കെയുള്ള ഒരു ബോധം അവന് വേണമായിരുന്നു. തമാശ കളിക്കാൻ അതൊരു പ്രത്യേക സ്ഥലമൊന്നുമല്ല. 70-80 ക്യാമറകൾക്കിടയിലുള്ള ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചതിന് അവനെതിരെ കേസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ അമ്മച്ചി എന്ത് ചെയ്യുന്നെങ്കിലും ചെയ്യട്ടെ, നമ്മൾ ഇതിനകത്തൊന്നും പറയാനായിട്ട് പോവണ്ട അല്ലേ. കാണാം, വീണ്ടും പുതിയ അപ്ഡേറ്റുമായിട്ട് കാണാം. താങ്ക് യു.